നമസ്കാരം. ഞാനിന്നൊരു ഒനിയൻ റിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ സവോള ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 സവോളയാണ് എടുത്തേക്കുന്നത്. അതിൽ നിന്നും എനിക്ക് ഇത്രയും റിങ് കിട്ടി. ഈ റിങ്ങിൽ വെള്ളമയമുണ്ട്. സോ അത് മാറ്റാൻ വേണ്ടി ഞാൻ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കും. എന്നാലേ നമ്മുടെ മാവ് അതിൽ പിടിക്കുകയുള്ളൂ. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓരോ റിങ്ങും ഇതുപോലെ മാവിൽ മുക്കി ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ എല്ലാം ഇങ്ങനെ റിങ്ങെല്ലാം ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ബാക്കി വന്ന മൈദപ്പൊടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഗാർലിക് പേസ്റ്റാണ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. അതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതും നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊരു ബാറ്ററാക്കാൻ മാറ്റാം. ഇതിൻ്റെ കട്ടയെല്ലാം മാറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റിങ്ങെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഞാൻ ഒരു റിങ് എടുത്ത് ആ ബാറ്ററിൽ മുക്കി ഇനി അത് നമുക്ക് ബ്രെഡ് ക്രംസിലിടാം. ബ്രെഡ് ക്രംസ് അതിൻ്റെ എല്ലാ ഭാഗത്തും പറ്റി പിടിക്കണം. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെയെല്ലാം ഞാൻ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് ചെറിയ തീയിലാണ് എണ്ണ ചൂടാക്കിയിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഓരോന്നായി ഇടാം. ഇത് നല്ല ക്രിസ്പി ആവുന്നത് വരെ വറുത്തെടുക്കണം. തിരിച്ചും മറിച്ച് വിടാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. ഇപ്പോൾ നമ്മുടെ റിങ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനി കോരി മാറ്റാം. ഇതുപോലെ എല്ലാ റിങ്ങും നമുക്ക് വറുത്തെടുക്കണം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഒനിയൻ റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.